ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കുടുംബത്തിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് വരട്ടിയതാണ്. അതിലോട്ട് നമ്മൾ കഴുകി വെച്ച പോർക്ക് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ ചതച്ചിട്ടിട്ടുണ്ട്. അതിലോട്ട് ശകലം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി മീറ്റ് മസാലപ്പൊടി ഇട്ട് നന്നായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇളക്കി കൊടുത്ത് നന്നായിട്ടത് മിക്സ് ആവണം. ഞാൻ ഇന്ന് ചേർത്തേക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് നല്ലതായിട്ട് എരിവ് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഓൾറെഡി ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ പോർക്ക് വെന്ത് വന്നിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കേണ്ട, ഒരു ലേശം വെള്ളം ചേർത്താൽ മതി. ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളിയും ഒരു സവോളയാണ് ഞാൻ വഴറ്റാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ശകലം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും കുറച്ച് ഉപ്പ് അധികം ചേർക്കേണ്ട. ഓൾറെഡി നമ്മൾ വേവാനായിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിന് ലേശം ഉപ്പ് ചേർത്താൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. കുരുമുളക് പൊടി എരിവ് കൂടുതൽ വേണ്ടവർക്ക് അത് കൂടുതൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടത് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം, ഇളക്കി കൊടുക്കണം. അത് നിങ്ങൾക്ക് ഇതിനകത്തും വേണമെങ്കിൽ എരിവ് നോക്കിയിട്ട് മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് മുളക് പൊടി ഒരുപാട് കൂടുതൽ ചേർത്തിട്ടില്ല. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് ഒരുപാട് തീയിൽ വെക്കരുത്. അത് ചെറിയ തീയിൽ മാത്രമേ ഉള്ളൂ, അല്ലേ ചിലപ്പോൾ കരിഞ്ഞു പോകും അത്. പിന്നെ നമ്മളിത് വഴറ്റി കഴിഞ്ഞിട്ട് അധികം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. ഓൾറെഡി നമ്മൾ പോർക്ക് വേവിച്ചതിനകത്ത് അതിൻ്റെ നെയ്യ് ഓൾറെഡി ഉണ്ട്, നന്നായിട്ട് നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ലേശം അതൊന്ന് മിക്സ് ആവാൻ വേണ്ടി ശകലം വെള്ളം ആഡ് ചെയ്താൽ മതി. ഇനി നമ്മുടെ വെന്ത് വന്നിരിക്കുന്ന നമ്മുടെ പോർക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. കുറച്ച് എന്നിട്ട് നമുക്കൊന്ന് അടച്ച് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അതൊന്ന് എല്ലാം കൂടെ ഈ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. നമ്മുടെ പോർക്ക് റെഡി ആയിട്ടുണ്ട്. പോർക്ക് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്.